11ാമത് ശ്രീ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരു പ്രഥമ സംഗമ സ്മൃതി പുരസ്കാരം സമ്മാനിച്ചു. ഉദയസമുദ്ര ഗ്രൂപ്പ് ചെയർമാനും ജനം TV MDയുമായ ചെങ്കൽ രാജശേഖരൻ നായർ എരുമേലി ആത്മബോധാനി ആശ്രമം മഠാധിപതി സ്വാമി സസ്വരൂപാനന്ദയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ജീർണാവസ്ഥയിലായ ക്ഷേത്രങ്ങളുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയതിനാണ് പുരസ്കാരം. ക്ഷേത്രങ്ങളും ആചാരങ്ങളും വെല്ലുവിളി നേരിടുന്ന കാലത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി മുന്നേറണമെന്നും ചെങ്കൽ രാജശേഖരൻ നായർ പറഞ്ഞു. ഗുരുദേവനെ പോലും ഹൈന്ദവ സന്യാസി അല്ലെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച നാടാണ് കേരളമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തിരുവനന്തപുരം ചെമ്പഴന്തി അണിയൂർ ദുർഗാദേവി ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ മഹോത്സവത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയതാണ് പുരസ്കാരം. എൻ്റെ അമ്മ വിളിച്ചു പറഞ്ഞു, ശംഖുമോഹൻ ദേവി ക്ഷേത്രം ശോചനീയമാണ്, ഇത് ഇങ്ങനെ ആയിരുന്നില്ല. സത്യത്തിൽ തിരുവനന്തപുരത്തിന്റെ വേസ്റ്റൊക്കെ കൊണ്ടുവരുന്ന സ്ഥലമായിരുന്നു, 6 ഏക്കർ സ്ഥലം. ആ ശംഖുമോഹത്തിന്റെ പേര് പോലും മാറ്റാൻ വേണ്ടിയിട്ട് അവിടുത്തെ ആൾക്കാർ ശ്രമിക്കുന്നു. ഇപ്പോഴും ചില ആൾക്കാർ എഴുത്തൂത്ത് നടത്തുന്ന വേറെ പേരിലാണ്. ഞങ്ങളുടെ വിശ്വാസത്തെ ഇല്ലാതാക്കുക, ഹിന്ദുക്കളെ ഇല്ലാതാക്കുക, ഇത് ബ്രിട്ടീഷുകാരും മുഗളരും തുടങ്ങിയതാണെങ്കിലും ഇന്ന് ഈ രാഷ്ട്രീയക്കാരും ജാതി പറഞ്ഞ് നമ്മളെ ഭിന്നിപ്പിച്ച് ഇന്ന് കാശ്മീരിൽ കൊല്ലുമ്പോൾ നീ ഇന്ത്യനാണെന്നോ കേട്ടിട്ടല്ല അവർ വെടിവെച്ചു കൊന്നത്, ഹിന്ദു ആയതുകൊണ്ട് മാത്രമാണ്. നമ്മൾ മാത്രമാണ് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ പറഞ്ഞു. ഇതേപോലെ ആയിരുന്നു മതസൗഹാർദ്ദത്തിന്റെ ഇനിയൊരു പേരാണ് പാളയം എന്ന് പറഞ്ഞു. അവിടെ ഒരു ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞത് ഇല്ല, ഉണ്ടായിരുന്ന ഒരു ചെറിയ ഓടിട്ട ഒരു ചെറിയ, അതൊരു പ്രയാസമാണ്.